Hello everyone, welcome back to my channel Ncert Malayalam. Ncert ക്ലാസ് 8 ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 12 ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൻ്റെ പാർട്ട് 3 ഡിസ്കഷൻ വീഡിയോ ആണിത്. സോ നിങ്ങളുടെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ. നിങ്ങളുടെ എക്സാംസൊക്കെ എവിടെ വരെ എത്തി, ചിലർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും, ചിലർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളതിന് വേണ്ടിയിട്ടൊന്ന് റിപ്ലൈ ആക്കണം കേട്ടോ കമ്മ്യൂണിറ്റി ടാബിൽ. കാരണം ഞാൻ ഭയങ്കര ഈഗറാണ് അത് അറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിനനുസരിച്ച് എനിക്ക് വേറെ ചാപ്റ്റേഴ്സൊക്കെ ക്ലാസ് അനുസരിച്ച് അപ്ലോഡ് ചെയ്യാമല്ലോ. അത് നിങ്ങൾക്ക് ആ സമയത്ത് നല്ല യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. Another major debate in the Constituent Assembly concerned language. Many members believed that the English language should leave India with the British rulers. Its place, they argued, should be taken by Hindi. However, those who did not speak Hindi were of different opinion. Speaking in the assembly, T.T. Krishnamachari conveyed a warning on the behalf of people of the South, some of whom threatened to separate from India if Hindi was imposed on them. A compromise was finally arrived at, namely that while Hindi would be the official language of India, English would be used in the courts, the services and communications between one state and another. എവിടെയോ ഒരു ആട് കരയുന്നുണ്ട്, അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. നമുക്ക് ആടിനെ പിടിച്ച് കെട്ടാനൊന്നും പറ്റില്ലല്ലോ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വേറൊരു ചർച്ച വന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജിൻ്റെ ബേസിസിലാണ്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് എല്ലാവരും ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ കൂടെ തന്നെ ലീവ് ചെയ്യണം, അല്ലെങ്കിൽ ഒഴിവാക്കണം എന്നുള്ള ഒരു അർത്ഥത്തിലായിരുന്നു എല്ലാവരും. അപ്പോൾ കുറേ പേരാണെങ്കിൽ ഹിന്ദിയാണ് ലാംഗ്വേജ് ആക്കി എടുക്കേണ്ടതെന്ന് ആശയം കൊണ്ടുവന്നു. പക്ഷേ ഹിന്ദി സംസാരിക്കാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവർക്ക് വേറൊരു ഡിഫറെൻ്റ് ഒപ്പീനിയൻ ആയിരുന്നു. അപ്പോൾ T.T. കൃഷ്ണമാചാരി അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ സൗത്തിലുള്ള ആൾക്കാരുടെ പേരിൽ ആ ഹിന്ദി, സൗത്തിലുള്ള വേറെ ഭാഷ ആയിരിക്കുമല്ലോ, അപ്പോൾ നോർത്ത് ഇന്ത്യയിലാണ് ഹിന്ദി അധികം സംസാരിക്കുന്നത്. അപ്പോൾ സൗത്തിലുള്ള ആൾക്കാരുടെ പേരിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു ഒപ്പീനിയനെ അദ്ദേഹം തിരസ്കരിച്ചു. അപ്പോൾ കുറേ പേര് പറഞ്ഞു വെച്ചാൽ ഹിന്ദി ഒരുപാട് പേര് നമ്മുടെ മേലിൽ ഇമ്പോസ് ചെയ്യും, അങ്ങനെ അധികാരം ചെലുത്തും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫൈനലി അവരൊരു ഡിസിഷനിൽ അറൈവ്ഡായി. എന്താണെന്ന് വെച്ചാൽ ഹിന്ദി നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അതെന്ത് ചെയ്തു, പ്രഖ്യാപിച്ചു. ഇംഗ്ലീഷ് ആവട്ടെ മറ്റേ കോടതികളിലും സർവീസസിലും കമ്മ്യൂണിക്കേഷൻസിലും ഒക്കെ ഒരു സ്റ്റേറ്റ് തമ്മിൽ വേറെ സ്റ്റേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊക്കെ ഏത് ഭാഷ ഉപയോഗിച്ചു, ഇംഗ്ലീഷ് എന്ന ഭാഷ ഉപയോഗിച്ചു. അങ്ങനെ ഹിന്ദി എന്തായി, ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് മാറി. Many Indians contributed to the framing of the Constitution, but perhaps the most important role was played by the Dr. B.R. Ambedkar, who was the chairman of the drafting committee and under whose supervision the document was finalized. In his final speech to the Constituent Assembly, Dr. Ambedkar pointed out that the political democracy had to be accompanied by the economical and social democracy. സോ ഒരുപാട് ഇന്ത്യക്കാർ എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ നൽകിയത് ആരായിരുന്നു, നമ്മുടെ ഡോക്ടർ B.R. അംബേദ്കർ ആയിരുന്നു. നമുക്കറിയാം അദ്ദേഹം ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ചെയർമാൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സൂപ്പർവിഷൻ അല്ലെങ്കിൽ ആ ഒരു മേൽനോട്ടത്തിലായിരുന്നു ഫൈനലി ഒരു ഡോക്യുമെൻറ്റ് ഫൈനലൈസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ, അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഫൈനൽ സ്പീച്ചിൽ അദ്ദേഹം പോയിൻ്റ് ഔട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഡെമോക്രസി, അതായത് രാഷ്ട്രീയ ജനാധിപത്യത്തിൻ്റെ കൂടെ തന്നെ എന്താവണം, എക്കണോമിക് ഡെമോക്രസിയും സോഷ്യൽ ഡെമോക്രസിയും കൂടെ കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത്. Giving the right to vote would not automatically lead to the removal of other inequalities such as rich and poor or in between upper and lower caste. With the new constitution, said India was going to enter into a life of contradictions. In politics, we will have equality, and in social and economic life, we will have inequality. സോ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ പൊളിറ്റിക്കൽ ഡെമോക്രസി മാത്രം പോരാ, അതിൻ്റെ കൂടെ തന്നെ എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഡെമോക്രസി എന്ത് ചെയ്യണം, കൂടെ ഒരുപോലെ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും വോട്ടവകാശം നൽകി എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ഇനീക്വാലിറ്റീസ്, അതായത് ഇക്കണോമിക്കൽ ഇനീക്വാലിറ്റീസ് ലൈക്ക് റിച്ച് ആൻഡ് പുവർ, അതുപോലെ തന്നെ അപ്പർ ആൻഡ് ലോവർ കാസ്റ്റ്, അതായത് സോഷ്യൽ ഇനീക്വാലിറ്റീസ് ഒന്നും പോകാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം, അദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ പൊളിറ്റിക്കൽ ഡെമോക്രസിയുടെ കൂടെ തന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെമോക്രസി എന്ത് ചെയ്യണം, മുന്നിട്ട് നിൽക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായാൽ ഇന്ത്യ എന്താവും, ഒരുപാട് കോൺട്രഡിക്ഷൻസ് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരുപാട് ആശയങ്ങൾ നേരിടേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കലി നമുക്ക് ഈക്വാലിറ്റി മാത്രം പോരാ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫിലും കൂടെ ഈക്വാലിറ്റി വേണം. കാരണം ആ ഒരു ലൈഫിൽ എന്താ സംഭവിക്കുന്നത്, ഇനീക്വാലിറ്റിയാണ് സംഭവിക്കുന്നത്. In politics,
we will recognizing the principle of one man, one vote and one value. In our social and economic life, we shall by the reason of our social and economic structure continue to deny the principle of one man and one value. So നമ്മുടെ പൊളിറ്റിക്കൽ ഡെമോക്രസിയിലുള്ള ഒരു വോട്ട് ഒരു വാല്യൂ എന്നുള്ള ആ ഒരു ആശയം എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫിൽ ഉണ്ടാവില്ല. അത് നമ്മുടെ എക്കണോമിക് സ്ട്രക്ചറിൻ്റെ ബേസിസിലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഈ പറയുന്ന വൺ മാൻ ആൻഡ് വൺ വാല്യൂ എന്ന് പറയുന്ന ഓൾറെഡി ഉള്ള പ്രിൻസിപ്പിളിനെ അതെന്ത് ചെയ്യും, അത് കോട്ടം തട്ടുമെന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് ദി ഹൗ were states to be formed. എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനങ്ങൾ ഉണ്ടായത്. Back in the 1920 Indian National Congress, the main party of the freedom struggle, had promised that once country won independence, each major linguistic group would have its own province. സോ 1920s മുന്നേ ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നമുക്കറിയാം INC, അതായിരുന്നു മെയിൻ നമുക്ക് ഫ്രീഡം തരാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്ത് വലിയൊരു പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവർ എന്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയാൽ മേജറായിട്ടുള്ള ഒരു ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്, അവർക്ക് എന്ത് വേണം, അവരുടേതായിട്ടുള്ള ഒരു പ്രൊവിൻസ് വേണം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു റീജിയൻ വേണം. അപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ ഒരു പ്രൊവിൻസിലും, മലയാളം സംസാരിക്കുക അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസ് വേറൊരു പ്രൊവിൻസിലും അങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്യണം, മാറ്റണം എന്നാണ് പറയുന്നത്. However, after independence, the Congress did not take up any steps to honor this promise, for India had been divided on the basis of religion. Despite the wishes and efforts of Mahatma Gandhi, freedom had come out not on one nation but to two. സോ നമ്മുടെ ഈ രാഷ്ട്രീയം, അതായത് 1920s ആ ഒരു ഓരോ പ്രൊവിൻസിനും ഓരോ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പിനും ഓരോ പ്രൊവിൻസ് വേണമെന്നുള്ള ആശയം കോൺഗ്രസ് എന്ത് ചെയ്തില്ല, ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം അവരതിന് വില കൊടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ റിലീജിയൻ്റെ ബേസിസിൽ അവസാനം എന്താവും, ഡിവൈഡായി പോകും. അപ്പോൾ നമ്മുടെ ഗാന്ധിജി ചെയ്ത ഇത്രയും കാലത്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും എഫേർട്സിനൊക്കെ എതിരായിട്ടായിരിക്കും അത് സംഭവിക്കാം. So, as a result of the partition of India, more than a million people had been killed in the riots between Hindus and Muslims. Could the country afford further divisions on the basis of the language? So, ഈ ഒരു പാർട്ടീഷൻ, ഈ ഒരു വിഭജനത്തിൽ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, ഒരുപാട് ആൾക്കാർ മരണപ്പെടും. ഒരുപാട് കലഹങ്ങൾ അല്ലെങ്കിൽ റയോട്ട്സിലും ഹിന്ദുസും മുസ്ലിംസും തമ്മിലുള്ള ആ ഒരു ഇതിലൊക്കെ ഒരുപാട് ആൾക്കാർ മരണപ്പെടും. കാരണം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പ്രൊവിൻസിൽ അല്ലെങ്കിൽ ലാംഗ്വേജ് സ്പീക്കിംഗ് അല്ലെങ്കിൽ റീജിയൻ ബേസിസിൽ ഇത് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യനെ പാർട്ടീഷൻ ചെയ്യുകയാണെങ്കിൽ, could the country afford such divisions on the basis of language? അപ്പോൾ കൺട്രിക്ക് എന്തുമാത്രം കാര്യങ്ങൾ ഇതിൽ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് കൺട്രിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. Both Prime Minister Nehru and Deputy Prime Minister Vallabhbhai Patel were against the creation of linguistic state. After partition, Nehru said, disruptionist tendencies has come to the fore. To check them, the nation had to be strong and united, or as Patel put it. So, നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ നമ്മുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള വല്ലഭായ് പട്ടേലും അദ്ദേഹം എന്ത് പറഞ്ഞു, നമ്മുടെ ഈ ഒരു ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് പാർട്ടീഷൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, സംഭവിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നെഹ്റു പറഞ്ഞതെന്ന് വെച്ചാൽ, ഡിസ്ട്രപ്ഷനിസ്റ്റ് ടെൻഡൻസീസ് ഹാഡ് ടു കം ടു ദ ഫോഴ്സ്, അതായത് തടസ്സവാദ പ്രവണതകൾക്ക് മുൻതൂക്കം ഉണ്ടായിരുന്നു എന്ന് ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. ടു ചെക്ക് ദം, അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷൻ എന്ത് ചെയ്യണം, നല്ല സ്ട്രോങ് ആയിട്ടും ഒരുമയോടെ നിൽക്കണം എന്ന് പറയുന്നു. പട്ടേൽ ഇങ്ങനെ പറഞ്ഞു, ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് നീഡ് ഓഫ് ദ ഇന്ത്യ അറ്റ് ദ പ്രസൻറ്റ് മൂമെൻറ്റ് ഈസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി മെയ്ഡ് എ നാഷൻ. Everything which helps the growth of nationalism has to go forward, and everything which throws obstacles in its way has to be rejected. We have applied this test to linguistic provinces also, and by the test, in our opinion, cannot be supported. So, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നീഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്താക്കണം, ഒരു ഐക്യ ജനാധിപത്യ രാജ്യമാക്കി അല്ലെങ്കിൽ നാഷണാലിറ്റി, ദേശീയത കൊണ്ടുവരണം. അപ്പോൾ അതിനു വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനിടയിൽ ഏത് കാര്യങ്ങളാണോ അതിനിടയിൽ ഒരു തടസ്സമായി ഒബ്സ്റ്റക്കിളായി നിൽക്കുന്നത് അതിനൊക്കെ എന്ത് ചെയ്യണം, വലിച്ചെറിയുകയോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യണം. അങ്ങനെ വി ഹാവ് അപ്ലൈഡ് ദിസ്, ഈ ഒരു ടെസ്റ്റ് നമ്മൾ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അപ്പീരിയത്തിൽ അതെന്ത് ചെയ്യില്ല, സപ്പോർട്ട്, ആ ടെസ്റ്റിൽ അവർ ആ ഒരു ഒപ്പീനിയനോട് സപ്പോർട്ട് ചെയ്തില്ല. ദാറ്റ് ദ കോൺഗ്രസ് leaders would now go back their promise created great disappointment. The Kannada speakers, Malayalam speakers, the Marathi speakers and all looked forward to have their own state. So കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് ആ പണ്ടുണ്ടാക്കിയ ആ ഒരു പ്രോമിസ്
ഉണ്ടാക്കിയതിന് ആ ഒരു പ്രോമിസ് വേണ്ടെന്ന് വെച്ചില്ല ഇവർ, അതിനോട് ഭയങ്കര നിരാശ പുലർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കന്നഡ സംസാരിക്കുന്നവരും മലയാളം സംസാരിക്കുന്നവരും അതുപോലെ തന്നെ ഓരോ ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ, തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവരൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്റ്റേറ്റ് ഉണ്ടാവുമെന്ന് അവരിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ദി സ്ട്രോങ്ങസ്റ്റ് പ്രൊട്ടസ്റ്റ് ഹൗവർ കെയിം ഫ്രം ദി തെലുങ്കു സ്പീക്കിംഗ് ഡിസ്ട്രിക്ട് ഓഫ് വാട്ട് വാസ് മദ്രാസ് പ്രസിഡൻസി. സോ ഏറ്റവും വലിയ എതിർപ്പുണ്ടായിരുന്നത് തെലുങ്കു സ്പീക്കിംഗ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നത് തെലുങ്കു സ്പീക്കിംഗ് ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ളത്, അതായത് ഇപ്പോഴത്തെ മദ്രാസ് പ്രസിഡൻസി ആയിരുന്നു. When Nehru went to campaign there during the general elections of 1952, he met with the black flags and slogans demanding "We want Andhra." In October of that year, a veteran Gandhian named Poti Sri Ramlu went on a hunger fast for demanding the formation of Andhra state to protect the interest of Telugu speakers. As the fights went on, it attracted much support. Hartals and bunds were observed in many towns. So, നമ്മുടെ 1952 ജനറൽ ഇലക്ഷൻസിന് വേണ്ടിയിട്ട് നെഹ്റു മദ്രാസ് പ്രസിഡൻസിയിലേക്ക് പോയപ്പോൾ അദ്ദേഹം ഒരുപാട് ഫ്ലാഗുകളും അല്ലെങ്കിൽ സ്ലോഗൻസൊക്കെയാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നത്. അവരിങ്ങനെ പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ആന്ധ്ര വേണം, ഞങ്ങൾക്ക് ആന്ധ്ര വേണം, അങ്ങനെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഒക്ടോബർ മാസത്തിൽ അതേ 1952 തന്നെ ഒരു വെറ്ററൻ ഗാന്ധിയൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് പോട്ടി ശ്രീ രാമുലു, അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം നിരാഹാരം കടന്നു. അങ്ങനെ എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ആന്ധ്ര എന്ന സ്റ്റേറ്റിനെ കിട്ടാൻ വേണ്ടിയിട്ടും തെലുങ്കു സ്പീക്കേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ആ ഒരു നിരാഹാരം കടന്നത്. അങ്ങനെ ആ ഒരു നിരാഹാരം ഇങ്ങനെ മുന്നോട്ട് പോയി. അത് ഒരുപാട് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്തു. ഹർത്താലുകളും ബന്ധുകളൊക്കെ ഒരുപാട് ടൗണുകളിൽ ഉണ്ടായി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ആ ഒരു സെഷനിലുള്ളത്. അപ്പോൾ എന്ത് സംഭവിച്ചു നമ്മുടെ പോട്ടി ശ്രീരാമുലുവിന് എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഹോപ്പ്ഫുള്ളി ഈ ഒരു സെഷൻ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. താങ്ക് യു എവ്രി വൺ ആൻഡ് താങ്ക് യു സോ മച്ച്.